സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇന്നലെ ഒരു ഇൻഫ്ലുവൻസറാണ് എന്നെ ട്രിഗർ ചെയ്തത് ഈ വീഡിയോ ചെയ്യിപ്പിക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ഒരു ചേട്ടൻ സൂയിസൈഡ് ചെയ്തു. കുറെ പേര് കമന്റ് ഇട്ടു, തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ എന്തിനു സൂയിസൈഡ് ചെയ്യണം. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു കള്ളക്കേസിൽ പെട്ട് നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കോടതി കയറി ഇറങ്ങി നമ്മൾ നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തു വന്നാലും 90% ആൾക്കാരും വിശ്വസിക്കുക എന്താ, നമ്മൾ തെറ്റ് ചെയ്തിട്ടെന്നാണ്. കള്ളൻ ഒരു പ്രാവശ്യം പേര് വന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ കള്ളൻ എന്നുള്ള വിളി കേൾക്കണം. ഇതൊന്നും താങ്ങാൻ വയ്യാതെയോ ഇതൊന്നും ഫേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ജീവൻ ഒടുക്കി. ഞാൻ ഈ വീഡിയോയുടെ മെയിൻ കാരണം, ഇന്നലെ ആ ഇൻഫ്ലുവൻസർ പറയാണ് ഇത് വലിയ ഇഷ്യൂ ആക്കരുത്. ആ സ്ത്രീ, ആ വീഡിയോ എടുത്ത പെൺകുട്ടിയെ ആരും ടാർഗറ്റ് ചെയ്ത് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. ആ ചേട്ടൻ സൂയിസൈഡ് ചെയ്ത വീഡിയോ ആരും ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. അത് ഇഷ്യൂ ആക്കണ്ട. ലെറ്റ് മീ ടെൽ യു സംതിങ്. ആ ചേച്ചി പറയുന്ന വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ ചേട്ടൻ സൂയിസൈഡ് ചെയ്തത് മറ്റ് ചേട്ടന്മാർക്ക് ഇതൊരു പ്രചോദനമാകും. നമ്മളെല്ലാവരും ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്താൽ മറ്റു ചേട്ടന്മാർക്ക് പ്രചോദനമാവും സ്ത്രീകളെ കയറി പിടിക്കാന്നാണ് ആ ചേച്ചി പറയുന്നത്. ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മുടെ നാട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു സ്ത്രീനെ എടുത്തിരിക്കും, ആ സ്ത്രീ പറയാണ് ഞാൻ ആ സ്ത്രീനെ പിടിച്ചു, എഡം വലം നോക്കാതെ എനിക്ക് അടി കിട്ടും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ എനിക്ക് അടി കിട്ടും. അങ്ങനത്തെ ഒരു നാട്ടിലാണ്. അപ്പൊ ക്യാമറ പിടിച്ച് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ വോയിസിനാണ് പവർ കൂടുതൽ. ആ ചേച്ചി ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കൂടി നോക്കാതെ എന്നെ കുറ്റം പറയണ, എനിക്ക് അടി കൂട്ടുന്നു, എന്നെ ജയിലിലിടും. അതാണ് ഇവിടുത്തെ സമൂഹം. സോ അത് പറയരുത്. വരാൻ പോകുന്ന തലമുറകൾക്ക് ഈ ചേട്ടൻ മരിച്ചതിനാൽ വോയിസ് പോകുന്നു. ഇത്രയും കാലം വോയിസ് ഇല്ലേ, വീഡിയോ എടുത്തിട്ട് എന്നെ തെളിയിക്കണമെന്നുണ്ടോ? എനിക്കറിയില്ല. എൻ്റെ സഹോദരിമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് മാത്രമല്ല ഇതുപോലെ സെക്ഷൽ അസാൾട്ട് വരുന്നത്, പുരുഷന്മാർക്കും ഉണ്ട്. പുരുഷന്മാരെയും ബസ്സുണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ടാകുമ്പോൾ വായ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ മെയിൻ കാരണം, ആ ചേച്ചി വീഡിയോ എടുത്തത് ഇത്രയും സെൻസിറ്റീവായ ഒരു വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്കാരി പൂക്കീനെ പോലെ ചവിട്ടിൽ ഒരു പൂവും വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തത് എൻ്റെ പൊന്നു മക്കളെ കണ്ടു നിൽക്കാൻ അതിനെ ചൊറിഞ്ഞു വരും. ആ ചേച്ചിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫുൾ സ്റ്റോറീസ് നോക്കുക. ഈ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീ സംസാരിക്കുമ്പോൾ ചവിട്ടിൽ ഒരു പൂവാണ്, ആ പൂവിന്റെ വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ ചോയ്സസ് ആണ്. ഐ നോ ദാറ്റ്, ബട്ട് ഗീവ് സം റെസ്പെക്ട് ടു ദ സോൾ. മനസ്സിലായോ? നിങ്ങൾ ഈ മരിച്ച വ്യക്തിയെ വെച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് റെസ്പെക്ട് കൊടുക്കുക. അയാൾ മരിച്ചത് വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ തീരുമാനിച്ചാണ് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഈ വീഡിയോ കണ്ടിട്ട് ആരും എന്നെ ഫോളോ ചെയ്യണ്ട. ഞാൻ ഇതുപോലത്തെ വീഡിയോ എടുക്കുന്ന ഒരാളല്ല. സോ ഞാനിവിടെ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ആ ചേട്ടൻ സൂയിസൈഡ് ചെയ്തത് തെറ്റ് ചെയ്തുകൊണ്ടല്ല. നമ്മുടെ സൊസൈറ്റി, ഞാൻ തുടക്കം പറഞ്ഞ പോലെ, നമ്മുടെ സൊസൈറ്റി ഒരു പ്രാവശ്യം കള്ളം എന്നുള്ള പേര് വന്നാൽ ജീവിതകാലം മുഴുവൻ കള്ളം എന്നുള്ള പേര് ഉണ്ടാവും. നമ്മൾ എത്ര നല്ലവരാന്ന് കോടതി തെളിയിച്ചാലും ആ പേര് അതുപോലെ ഉണ്ടാവും. ഓക്കെ, ശരി.